രജിൻ എസ് ഉണ്ണിത്താൻ, ഇപ്പോൾ ഈ ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകർക്കെതിരെ കടുത്ത നടപടി വേണം എന്നുള്ള ആവശ്യവുമായി മുസ്ലിം ലീഗിൻ്റെ മന്ത്രി, പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ഇത് അംഗീകരിക്കുന്നുണ്ടോ? നോക്കൂ, ഈ വിഷയമായി ക്വിസ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ടിട്ട് തദ്ദേശമായി നടക്കുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷനാണ് ഓരോ സ്കൂളുകളിലും നടക്കുന്നത്. അത് എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പായി നടക്കുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷനാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിന്റെ ജാഗ്രതാക്കുറവ് അവിടുത്തെ അധ്യാപകർക്ക് ഉണ്ടായി എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും അതിൽ വരാതിരിക്കുവാൻ അവർ ശ്രമിക്കണമായിരുന്നു, അല്ലെങ്കിൽ അവർ കരുതലുണ്ടാകണമായിരുന്നു. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട രാജ്യദ്രോഹിയാണോ? ഒരിക്കലുമല്ല, രാജ്യദ്രോഹി എന്നല്ല. പിന്നെ എന്തുകൊണ്ടാണ് വീർ സവർക്കറെ കുറിച്ചുള്ള ഒരു ചോദ്യം അത് ജാഗ്രത പാലിക്കണം എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുക്കുന്നതിന് പിന്നിലെ ചേതോവികാരം എന്താണ്? അതെ, നീലിമ, ഞാൻ പറയട്ടെ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അതുമായി ബന്ധപ്പെട്ട തീക്ഷ്ണമായ സമരങ്ങൾ ഈ നാട്ടിൽ നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും ഒക്കെ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടുന്ന് മാധ്യമ ചർച്ചകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ നടത്തിയ സമരങ്ങൾ ഇപ്പൊ കിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ആരെങ്കിലും സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല. കിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട് സവർക്കറുടെ നയം എന്തായിരുന്നു? ഈ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അന്ന് ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കുവാൻ ആഹ്വാനം ചെയ്ത ആളുടെ പേര് ഈ പറയുന്ന സവർക്കർ തന്നെയല്ലേ? അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ഒക്കെ ചങ്ങാതിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തോട്? അല്ല, ഞങ്ങളുടെ ഒറ്റച്ചങ്ങാതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നുമില്ല, അത് നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് BJP സീറ്റ് തൃശ്ശൂർ പൂരം കലക്കി സീറ്റ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് വീർ സവർക്കർ ചെയ്ത പാതകം എന്താണ്? ഇപ്പോൾ ഈ അധ്യാപകരൊക്കെ ജാഗ്രത പുലർത്തണം എന്ന് പറയുമ്പോൾ അപ്പോൾ മോശപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ആണ് ഇത്തരത്തിലൊരു ചോദ്യാവലി തയ്യാറാക്കിയതും അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചതും എന്ന് പറയുന്ന ഒരു ധ്വനിയുണ്ട് ആ വാക്കുകളിൽ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ രാഷ്ട്രത്തിൽ ചരിത്രം അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് ഹിറ്റ്ലറും മുസോളിനിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ചില നമ്മുടെ സ്വാർത്ഥതാല്പര്യമുള്ള ചില ഭരണകൂടങ്ങളും ഇന്ത്യ ഭരണകൂടങ്ങളും അത് ചെയ്തു പോകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലൊക്കെ സവർക്കറിന്റെ പടം അല്ലെങ്കിൽ ഫോട്ടോ കൊണ്ട് വെക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് സെൻട്രൽ ഹാളിൽ ആ ചിത്രം വെച്ചത് ആരാണ്? രജിൻ, വീർ സവർക്കറെ റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധി വീർ സവർക്കറെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് രജൻ അറിയാമോ? എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? അതാണ് പഠിക്കണമെന്ന് പറയുന്നത്. റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ, റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്ന് വീർ സവർക്കറെ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിക്കുകയാണ്. അത് നിങ്ങൾ തള്ളി പറയുമോ? ഇന്ദിരാഗാന്ധി പറഞ്ഞ ഈ വാക്കുകൾ ചരിത്രത്തിലുണ്ട്, രാജ്യത്തിന്റെ രേഖകളിലുണ്ട്. അത് നിങ്ങൾ തള്ളി പറയുമോ? ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ തള്ളി പറയുമോ? കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിന്ന് നിലപാടെടുത്ത ആളുകളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കുവാൻ ഞങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ തീജ്വാലയിൽ നിന്നിട്ടുള്ള പ്രസ്ഥാനം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല. ഒന്ന്. രണ്ടാമത്, ഈ പറയുന്ന 7 മാപ്പപേക്ഷകളുണ്ടല്ലോ, ആ മാപ്പപേക്ഷകൾ പഠിച്ചിട്ട് വന്നിട്ട് രാജ്യം ഭരിക്കുന്നവരോ അല്ലെങ്കിൽ അതിലേക്കൊക്കെ വരാം. രജിൻ, നിങ്ങളുടെ മുൻകാല നേതാക്കൾ ചെയ്ത പ്രവൃത്തിയെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രജനി ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ ധീരദേശാഭിമാനി അല്ല എന്നടക്കം അങ്ങ് പറയുമ്പോൾ വീർ സവർക്കറുടെ ബഹുമാനാർത്ഥം 1970 തപാൽ സ്റ്റാമ്പ് ഇറക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്. അപ്പോൾ അത് എന്തിനായിരുന്നു എന്നൊന്ന് അങ്ങ് വിശദമാക്കാമോ? അങ്ങനെയെങ്കിൽ അത് വിശദമാക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ചെയ്തത് തെറ്റായിരുന്നു എന്നിപ്പോൾ പറയുമോ? അല്ല നീലിമ, നിങ്ങൾ ഏത് രീതിയിലേക്കാണ് ചർച്ച കൊണ്ടെത്തിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സവർക്കർ ചെയ്തിട്ടുള്ള സംഭാവനകൾ
അത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംഭാവനകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയപ്പോൾ ഈ പറയുന്ന എന്താണ് ഇന്ത്യ ഹൗസുമായി ഒക്കെ ബന്ധപ്പെട്ട് നിന്നിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ജയിലിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ ചെയ്ത് കൊടുക്കുന്നു. അത് മാത്രമല്ല ആ മാപ്പപേക്ഷ ചെയ്ത വാചകങ്ങൾ നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, നിങ്ങളൊക്കെ രാഷ്ട്രീയം പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഒരു മിനിറ്റ് താങ്കൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പ്രധാനമന്ത്രി രജിൻ ഒരു മിനിറ്റ് ഒന്ന് പറയുന്നത് കേൾക്കൂ. രജിൻ ഒരു മിനിറ്റ് ഒന്ന് പറയുന്നത് കേൾക്കൂ. ഫിലിം ഡിവിഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം രാജ്യത്തുണ്ട്. അവിടെ പോയി ഒന്ന് തിരക്കൂ. 1983 ദ ലൈഫ് ഓഫ് ഗ്രേറ്റ് റെവല്യൂഷണറി എന്ന പേരിൽ വീർ സവർക്കറുടെ പേരിൽ ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അനുമതി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രാജ്യദ്രോഹിയാണ് വീർ സവർക്കറെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിന് ഇന്ദിരാഗാന്ധി തുനിയുമോ? ഞാനിപ്പോൾ മൂന്ന് കാര്യമേ ചോദിച്ചുള്ളൂ. രജിൻ മറുപടി പറയൂ. താങ്കൾ ആദ്യം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് എടുക്കുവാനും അല്ലെങ്കിൽ ഇന്ത്യ വിഭജിക്കുവാൻ ജിന്നയ്ക്ക് മുമ്പേ ഇന്ത്യ വിഭജിക്കണമെന്ന് പറഞ്ഞ ഒരാളും ഒക്കെ ആയി കണ്ടുകൊണ്ട് സവർക്കറിനെ അങ്ങനെ മഹത്വവൽക്കരിക്കുവാൻ എന്നെ പോലുള്ളവർ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെല്ലാം രാഷ്ട്രീയ വിദ്യാർത്ഥികളാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ അങ്ങും ഇങ്ങും നിൽക്കാതെ ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ പോലും അട്ടിമറിക്കുവാൻ നോക്കിയ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പോലും അട്ടിമറിക്കാൻ നോക്കി ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് എഴുതി കൊടുത്ത ആളുകളെ ഒന്നും മഹത്വവൽക്കരിക്കുന്നതോ അദ്ദേഹത്തെ പറ്റി ഈ പറയുന്ന രീതിയിലേക്ക് വലിയ ആളാണ് എന്നുള്ള ഗീർവാണമൊന്നും അടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല നീലിമ.